ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ് അനറ്റമീസ് ആണ്. അപ്പം നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഇതാണ്ട് 7th CBSE പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതിനേക്കാളും കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അല്ലേ നമ്മുടെ 7th CBSE എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സറൗണ്ടിങ്സ് നോക്കുവാണെങ്കിൽ നല്ല മഴയാണ് അല്ലേ. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നല്ല ശൈത്യകാലം, അതായത് വിന്റർ സീസൺ വരും. ഈ വിന്റർ സീസൺ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഡ്രസ്സ് ഏതായിരിക്കും? വൂളൻ ക്ലോത്ത്സ് ആയിരിക്കും. ഈ വൂളൻ ക്ലോത്ത്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വന്നതാണെന്ന് അറിയാമോ? പ്ലാന്റ് ഫൈബറിൽ നിന്ന് വന്നതാണ്. അതേസമയം നല്ല വേനൽക്കാലമാണ്, നല്ല സമ്മർ സീസൺ ആണെന്ന് വിചാരിച്ചോ. ഈ സമ്മർ സീസണിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഡ്രസ്സ് ഏതായിരിക്കും? കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും. നല്ല ലൈറ്റ് കളർ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും. ഈ കോട്ടൺ ക്ലോത്ത്സ് എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്കൊക്കെ അറിയാമോ? ആനിമൽ ഫൈബറിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ മാറ്റും. എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്? കാരണം ഈ പറയുന്ന വിന്റർ സീസൺ ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അപ്പം നമ്മുടെ ബോഡിക്ക് എന്ത് വേണം? ചൂട് വേണം, നമ്മുടെ ബോഡിക്ക് ഹീറ്റ് വേണം. അപ്പോൾ അത് ലഭിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സായിരിക്കും നമ്മൾ ആ ഒരു സീസണിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത്. അതേപോലെ തന്നെ ഈ പറയുന്ന സമ്മർ സീസൺ ആണെങ്കിൽ നമ്മുടെ ബോഡിക്ക് എപ്പോഴും ചൂടായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് തണുപ്പ് കിട്ടുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്, അതായത് ഹീറ്റിനെ പറ്റി തന്നെ കുറേ കാര്യങ്ങൾ, കുറേ പുതിയ 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 ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ഹീറ്റ് എന്നാണ്. അപ്പോൾ ഈ ഹീറ്റിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് മിസ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നോക്കുക കേട്ടോ. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ചൂടാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കര തണുപ്പാണ് എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ അത് ഒന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഒരു ചെറിയ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ അതിനുവേണ്ടി മക്കളെല്ലാവരും ഇതാണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തതുപോലെ ഇതുപോലെ 3 ബീക്കർ അല്ലെങ്കിൽ 3 കണ്ടെയ്നർ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫസ്റ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോട്ട് വാട്ടർ നിറയ്ക്കുക, അതായത് നല്ല ചൂട് വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ കണ്ടെയ്നറിൽ നിങ്ങൾ എന്താണ്? തണുത്ത വെള്ളം നിറയ്ക്കുക, കോൾഡ് വാട്ടർ. മൂന്നാമത്തെ കണ്ടെയ്നറിൽ നിങ്ങൾ നോർമൽ വാട്ടർ നിറയ്ക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ 3 കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? അതിനിങ്ങനെ പേരൊക്കെ കൊടുക്കുക കേട്ടോ. ABC എന്ന് പറഞ്ഞ പേരൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ 2 കൈയും ഈ രീതിയിൽ നിങ്ങൾ ഈ ബീക്കറിനകത്തുള്ള വെള്ളത്തിൽ മുക്കി വെക്കുക. ഇപ്പോൾ സപ്പോസ് നിങ്ങളിങ്ങനെ മുക്കി വെക്കുവാണ്, നിങ്ങളുടെ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് കൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ഹോട്ട് വാട്ടറിലും റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് കോൾഡ് വാട്ടറിലും ആണെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. എന്നിട്ട് മിസ് നിങ്ങളോട് പറയുവാണ്, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ്, അതായത് നിങ്ങളുടെ ഹോട്ട് വാട്ടറിൽ മുക്കിയ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എ എന്ന് പറയുന്ന ബീക്കറിൽ നിന്ന് എടുത്തിട്ട് സി എന്ന് പറയുന്ന ബീക്കറിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഒന്നും കൂടി മിസ് പറഞ്ഞു തരാം. അതായത് ആദ്യത്തെ നമ്മുടെ ബീക്കറിൽ എന്തായിരുന്നു? നല്ല ഒന്നാതിര ഹോട്ട് വാട്ടർ ആയിരുന്നു, നല്ല ചൂട് വെള്ളമായിരുന്നു. ആ ചൂട് വെള്ളത്തിൽ മുക്കിയ കൈയാണ് മിസ് നോർമൽ വാട്ടറിലേക്ക് മുക്കാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത്? നല്ല ചൂടായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? അല്ല, എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? കുറച്ച് കൂളായിരിക്കും, കുറച്ച് കോൾഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. കാരണം നല്ല ചൂടിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്തത്? നോർമൽ വാട്ടറിലേക്ക് നിങ്ങൾ കൈ ഇറക്കി വെച്ചത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അത് കുറച്ച് തണുത്ത വെള്ളമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അത് ഓക്കെ ആണല്ലോ. ഇനി നേരെ തിരിഞ്ഞു, നമ്മളിപ്പം ലെഫ്റ്റ് ഹാൻഡ് അത് സാധാരണ പോലെ വെച്ചു. ഇനി നമ്മൾ ബീക്കർ ബി, അതായത് ബി എന്ന് പറയുന്ന ബീക്കറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് എങ്ങോട്ടേക്ക് വെച്ചു? നമ്മുടെ സി എന്ന് പറയുന്ന ബീക്കറിലേക്ക് വെച്ചു. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമാക്കി പറയുവാണെങ്കിൽ, നല്ല തണുത്ത വെള്ളത്തിൽ മുക്കിയ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നിങ്ങൾ ഏത് ബീക്കറിലേക്ക് വെച്ചു? യെസ്, നമ്മുടെ നോർമൽ വാട്ടറിലേക്ക് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ അല്ലെങ്കിൽ ആ ഒരു നോർമൽ വാട്ടറിലെ വെള്ളം എങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത്? കുറച്ചും കൂടി ചൂടുള്ളതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ശരിയല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ നോർമൽ വാട്ടർ എന്ന് പറയുന്നത് കോൾഡ് ആയിട്ട് ചില സമയത്ത് തോന്നും, ഹോട്ടായിട്ട് ചില സമയത്ത് തോന്നും. ചുരുക്കി പറയുവാണെങ്കിൽ ആ ഒരു സെൻസ് ഓഫ് ടച്ച് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ക്യാപ്പബിലിറ്റി വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ഹോട്ടാണോ ഒരു ഒബ്ജക്റ്റ് കോൾഡ് ആണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഹോട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിന് നല്ല ഹീറ്റ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു
ഡിവൈസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിവൈസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലും ഈ ഡിവൈസിൽ നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നീളം അളക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ ഒരു സ്കെയിൽ നിങ്ങൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് അതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു മെഷറിംഗ് ജാർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും. പക്ഷേ എങ്ങനെയാണ് നിങ്ങളൊരു ഹോട്ടാണോ അല്ലെങ്കിൽ അത് കോൾഡ് ആണോ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെൻ്റ് ആണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിലയബിൾ മെഷർ ഓഫ് ഹോട്ട്നെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണ് എന്ന് മക്കൾ ഓർത്തിരിക്കുക. എന്താണ് ടെമ്പറേച്ചർ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, എ റിലയബിൾ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ടെമ്പറേച്ചർ. ഇനി നമുക്ക് ഹോട്ടാണോ എന്നറിയാൻ ആ ടെമ്പറേച്ചർ ഒന്ന് മെഷർ ചെയ്താൽ പോരെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ, തെർമോമീറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ 2 തരത്തിലുള്ള തെർമോമീറ്റർ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ഇനി ക്ലിനിക്കൽ തെർമോമീറ്റർ എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ടത് അതിൻ്റെ സ്കെയിൽ എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ തെർമോമീറ്റർ ദാറ്റ് മെഷർ അവർ ബോഡി ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഇനി ഇവിടെ ഒരു ചെറിയ ചിത്രം മക്കൾ കാണുന്നുണ്ടല്ലോ, ആ ചിത്രം ഒന്ന് നോക്കി പറഞ്ഞേ, എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞേ. എങ്ങനെയാണ്? ഇതിൽ ഇതാണ്ട് ഒരു ലോങ് ആൻഡ് നാരോ യൂണിഫോം ഗ്ലാസ് ട്യൂബ് ഉണ്ട്. അതായത് അത്യാവശ്യം നീളമുള്ള വളരെ നാരോ ആയിട്ടുള്ള ഒരു യൂണിഫോം ഗ്ലാസ് ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എൻഡിൽ എന്തുണ്ട്? ഒരു ബൾബുണ്ട്. ആ ബൾബിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്താണ് മക്കളെ? മെർക്കുറിയാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ആ ഒരു മെർക്കുറിയുടെ അളവ് അനുസരിച്ചിട്ടാണ്, അതായത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ മെർക്കുറി, ആ ഒരു ബൾബിൻ്റെ ഉള്ളിലുള്ള ആ മെർക്കുറിക്ക് മൂവ്മെൻ്റ് ഉണ്ടാവും. അത് എത്രത്തോളം ഉയരുന്നു അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അതിൻ്റെ റീഡിങ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്തായിരുന്നു? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലോങ് ആൻഡ് നാരോ ആൻഡ് യൂണിഫോം ഗ്ലാസ് ട്യൂബ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ബൾബ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻ മെർക്കുറി. ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് അതിൻ്റെ സ്കെയിൽ എങ്ങനെയാണെന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഇതാ ഒരു ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ 2 റീഡിങ് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ മുകൾ ഭാഗത്തെ റീഡിങ് നോക്കിക്കേ. അതായത് മുകൾ ഭാഗത്തെ റീഡിങ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 35 ഡിഗ്രി സെൽഷ്യസ്, 36 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ഓൺവേർഡ്സ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് മുകൾ ഭാഗത്തെ ആ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. നമ്മൾ ഈ പറയുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ പറയുന്ന ഡിഗ്രി സെൽഷ്യസ് രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. എനിവേ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ റീഡ് എന്ന് പറയുന്നത് എപ്പോഴും 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് എടുത്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിലങ്ങനെ കൂടുതലായിട്ട് എന്താണ് വലിയ വേരിയേഷൻ ഒന്നും നമുക്കങ്ങനെ കൂടുതൽ ഈ പറയുന്ന നമ്മുടെ ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യണം? മെഷർമെൻറ്റ് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിന് സറൗണ്ടിങ്സ് ആയിട്ട് വരുന്ന 35 തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ ഇവിടുത്തെ മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി താഴെ നോക്കിയാൽ നിങ്ങൾക്ക് വേറൊരു റീഡിങ് കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ 94 ഫാരൻഹീറ്റ് തൊട്ടിട്ട് 108 ഫാരൻഹീറ്റ് വരെ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. അതിൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ടാണ്? 94 ഡിഗ്രി തൊട്ടിട്ട് അതുപോലെ തന്നെ 108 ഡിഗ്രി വരെയാണ്. അപ്പോൾ 2 സ്കെയിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സെൽഷ്യസ് സ്കെയിലാണ്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മൾ തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി സെൽഷ്യസ് ആണ്, അതായത് സെൽഷ്യസ് സ്കെയിലാണ്. അതിൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 35 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 42 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്.
പക്ഷേ നമ്മൾ ഫാരൻഹീറ്റ് നമ്മുടെ ആ റീഡിങ് കാണുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ 94 തൊട്ടിട്ട് 108 ഡിഗ്രി വരെയാണ്. ഇനി നിങ്ങൾ വേറെ ഒരു കാര്യം ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം അതിൻ്റെ ആ ഒരു റീഡിങ് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിഗ്രീൻ്റെ ബേസിലായിരിക്കും. അതായത് ഒരു ബിഗ് ആയിട്ടുള്ള ഒരു വരയും അടുത്ത ബിഗ് ആയിട്ടുള്ള ഒരു വരയും. ആ ബിഗ് ആയിട്ടുള്ള വരയാണ് നമ്മൾ ഒരു ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ 5 ഡിവിഷൻ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ ചെറിയ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1/5, അതായത് 0.2 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ ഇതും മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. സ്മോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഈ പറയുന്ന ക്ലിനിക്കൽ തെർമോമീറ്ററിൽ നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റും കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു സ്ലൈഡിൽ കാണാൻ വേണ്ടി പറ്റും. എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന കിങ്ക്. എന്താണ് കിങ്ക്? ചിലപ്പോൾ മക്കൾ കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് കിങ്ക് എന്ന് പറഞ്ഞാൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ ബോഡി ടെമ്പറേച്ചർ എടുത്തു, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അത് നമ്മൾ പുറത്തെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ നേരെ വെച്ചിട്ട് നമ്മളത് മെഷർ ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ റീഡിങ് നമ്മൾ മെഷർ ചെയ്യുക ചെയ്യുന്നത്. സപ്പോസ് നമ്മളിത് പുറത്തെടുക്കുന്ന സമയം ആ ഒരു മെർക്കുറിയുടെ ലെവൽ താഴോട്ട് പോയാൽ നമ്മുടെ റീഡിങ് കറക്റ്റായിട്ട് കിട്ടുമോ? കിട്ടത്തില്ല. അങ്ങനെ ആ ഒരു മെർക്കുറിയുടെ ലെവൽ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി, അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ ഒരു ക്ലിനിക്കൽ തെർമോമീറ്ററിലുള്ള ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു സെറ്റപ്പാണ് നമ്മുടെ കിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കിങ്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തെടുത്തിട്ട് നമ്മുടെ ഐ കോണ്ടാക്റ്റിൽ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാലോ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മക്കൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫസ്റ്റ് തന്നെ ഒരു നല്ല ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ക്ലീൻ ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനിൽ നമ്മളത് വാഷ് ചെയ്യണം. പിന്നെ നമ്മൾ എന്താണ്, എപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് മെർക്കുറിയുടെ ലെവൽ ഏറ്റവും താഴെയുള്ള, അതായത് 35 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് മിസ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കാണുന്ന ചിത്രത്തിലുള്ളതുപോലെ തന്നെ നേരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഐ കോണ്ടാക്ട് നേരെ നമ്മുടെ കണ്ണിന് നേരെ വെച്ചിട്ട് വേണം നമ്മൾ റീഡിങ് എടുക്കാൻ വേണ്ടി. ഇനി അടുത്തത് എന്താണ്? അത് ഗ്ലാസ് ട്യൂബ് കൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരിടത്തും തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്യരുത്, കാരണം അത് പൊട്ടിപ്പോകും. പിന്നെ എന്ത് ചെയ്യണം? ഒരിക്കലും മക്കൾ അത് പിടിക്കുന്ന സമയത്ത് ആ ഒരു ബൾബിൻ്റെ ആ ഒരു എഡ്ജിൽ നിങ്ങളുടെ കൈ അവിടെ കൊണ്ടുവരരുത്. അതായത് നിങ്ങൾ എപ്പോഴും അത് പിടിക്കുന്ന സമയത്ത് ആ ബൾബിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് തന്നെ നിങ്ങളത് പിടിക്കണം. ഒരിക്കലും ആ ഒരു ബൾബിൻ്റെ ആ ഒരു ഏരിയയുമായിട്ട് നിങ്ങളുടെ കൈ വരരുത്. അതാണ് പോയിന്റ്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്ററിനെ പറ്റിയുള്ള ഒരു ഐഡിയ മക്കൾക്ക് കിട്ടിയില്ലേ? ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ ബോഡിക്ക് മാത്രമല്ലല്ലോ ടെമ്പറേച്ചർ, എല്ലാ വസ്തുക്കൾക്കും ടെമ്പറേച്ചർ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതിനും നമ്മൾ തെർമോമീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിൻ്റെ പേരാണ് മക്കളെ ലബോറട്ടറി തെർമോമീറ്റർ. കൂടുതലായിട്ട് നമ്മൾ ലാബിലൊക്കെ എന്താണ് ലബോറട്ടറി തെർമോമീറ്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ തെർമോമീറ്റർ വി യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് അതർ ഒബ്ജക്റ്റ്. ഓക്കെ. ഇനി ഇവിടെയും എന്തായിരിക്കും? ഒരു മെഷർമെൻറ്റിന് വേണ്ടിയുള്ള ഒരു സ്കെയിൽ ഉണ്ടാവും. അതിൻ്റെ ഡിഗ്രി, അതിൻ്റെ ആ ഒരു റേഞ്ച് എങ്ങനെയാണ് എന്നും കൂടി ഓർത്തിരിക്കുക. അതിൻ്റെ എങ്ങനെയാണ്? -10 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ട് 110 ഡിഗ്രി സെൽഷ്യസ് വരെ. ഓക്കെ, 110. അപ്പോൾ അത് മക്കൾ ഓർത്തിരിക്കുക. ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് നമ്മൾ തെർമോമീറ്ററിൻ്റെ റേഞ്ചൊക്കെ നോക്കുന്നത്. പക്ഷേ ആ ഒരു റേഞ്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇവിടെ എത്രയാണ്? -10 തൊട്ടിട്ട് 110 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ മിസ്സ് പറഞ്ഞു, ക്ലിനിക്കൽ തെർമോമീറ്ററിൽ കിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലേ, അതിൻ്റെ ആ ഒരു മെർക്കുറിൻ്റെ ലെവൽ താഴോട്ട് പോവാതെ അതൊന്ന് പിടിച്ചു നിർത്തുന്ന കിങ്ക് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് മിസ്സ് പറഞ്ഞില്ലേ? പക്ഷേ അത് നമ്മുടെ ലബോറട്ടറി തെർമോമീറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിൻ്റെ ആണോ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത് അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് അതിൽ ഒന്നും തൊടാതെ നമ്മൾ അതിൻ്റെ നേരെ നമ്മുടെ കണ്ണ് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റീഡിങ് എടുക്കാൻ. അല്ലാതെ അത് പുറത്തേക്ക് എടുത്താൽ ഒബിയസ്ലി എന്ത് സംഭവിക്കും? അത് താഴേക്ക് പോകും. അപ്പോൾ റീഡിങ് നമുക്ക് തെറ്റായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അത് എടുക്കുന്ന സമയത്ത്, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് എന്താണ്? ഇതാ ഇങ്ങനെ ഒരിടത്ത് ചെരിച്ചൊന്നും വെക്കരുത്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മളത് പ്ലേസ് ചെയ്യാൻ. ഇവിടെ കാണുന്നത് പോലെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അപ്രൈറ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അത് പ്ലേസ് ചെയ്യാൻ. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ ഏതിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഈ കാണുന്നത് പോലെ തന്നെ ഒരു ബീക്കറിലാണ് നമ്മളത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ബീക്കറിൻ്റെ ആ ഒരു അറ്റത്തൊന്നും അത് ടച്ച് ചെയ്യരുത്. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്ക്
എന്ത് കിട്ടത്തുള്ളൂ, നല്ല റീഡിങ് കിട്ടത്തുള്ളൂ. നമ്മുടെ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ സൈഡിലൊന്നും തട്ടി അങ്ങനെ ഒന്നും നിൽക്കരുത്. നേരെ ക്ലിയർ ആയിട്ട് വേണം നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ. ഇനി നമ്മൾ നോക്കേണ്ടത് ഏത് ഒബ്ജക്റ്റിൻ്റെ ആണോ ടെമ്പറേച്ചർ നോക്കേണ്ടത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ ആ സബ്സ്റ്റൻസിൽ കംപ്ലീറ്റ് അത് മുങ്ങിയിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കണ്ടെയ്നറിൻ്റെ സർഫസിലൊന്നും തൊടരുത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മക്കൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ക്ലിനിക്കൽ തെർമോമീറ്ററും അതുപോലെ തന്നെ ലബോറട്ടറി തെർമോമീറ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂട്ടിലൈസ് ആയി എന്ന് മിസ് വിശ്വസിക്കുന്നു. കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക, താഴെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഏതൊക്കെയാണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.